ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഗൂഗിൾ പേ എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഗൂഗിൾ പേയുടെ ഭാഗത്തു നിന്നും ഒരു മുട്ടൻ പണിയെല്ലാം ഇത്തരത്തിൽ അവരുടെ കസ്റ്റമേഴ്സിനെല്ലാം വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ കൺവീനിയൻസ് ഫീസ് എല്ലാം നൽകേണ്ട ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്ത് ഗ്യാസ് പേയ്മെൻ്റ് എല്ലാം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലെല്ലാം അടയ്ക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യത്തിനെല്ലാം തന്നെ നിങ്ങൾക്കൊരു കൺവീനിയൻസ് ഫീസ് എല്ലാം അടയ്ക്കേണ്ട ആവശ്യമാണ് ഇനി വരുന്നത്. നേരത്തെ തന്നെ ഗൂഗിൾ പേ ഇതുപോലെ, അതായത് കഴിഞ്ഞ വർഷത്തിൽ ഇതുപോലെ മൊബൈൽ റീചാർജിന് ഒരു കൺവീനിയൻസ് ഫീസായി 3 റുപ്പീസ് എല്ലാം ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനം എല്ലാം വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇനി നിങ്ങൾ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്ത് പേയ്മെൻ്റ് എല്ലാം ചെയ്യുകയാണെങ്കിലെല്ലാം നമുക്ക് ഇത്തരത്തിൽ അഡീഷണലായി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കൂടുതൽ എമൗണ്ട് എല്ലാം നൽകേണ്ടി വരും. അതായത് നമുക്ക് 0.5% മുതൽ 1% വരെയെല്ലാം നമുക്ക് ഇത്തരത്തിൽ കൺവീനിയൻസ് ഫീസായി നൽകേണ്ടി വരുമെന്നാണ് അറിയുന്നത്. അതുപോലെ ഇതിനോടൊപ്പം ഇതിൻ്റെ GST കൂടി നമ്മൾ അടയ്ക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായി ഗൂഗിൾ പേ എല്ലാം യൂസ് ചെയ്യുന്ന ഒരുപാട് പേർ നമുക്കിടയിലെല്ലാം ഉണ്ടാകും. അവർക്കെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അപ്ഡേറ്റ് എല്ലാമാണിത്. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ ഗൂഗിൾ പേക്ക് പകരമായി ഫ്രീ ആയി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ളവർ ആ ഒരു ആപ്ലിക്കേഷൻ അത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിനാൽ തന്നെ മറ്റുള്ളവർക്കും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അറിവെല്ലാം ലഭിക്കുന്നതിനും അതുപോലെ അവർക്കും ഈ ഒരു സർവീസ് എല്ലാം യൂസ് ചെയ്യുന്നതിനും ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഒരുപാട് പേർ ഒരു പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം കേട്ടതിന് ശേഷം ഗൂഗിൾ പേ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുന്നുമുണ്ടാകാം. കാരണം അഡീഷണലായി നമുക്ക് ഇത്തരത്തിൽ ലോസ് എല്ലാം വരികയാണെങ്കിൽ പലരും ഈ ഒരു സർവീസ് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനെല്ലാം ഇത് കാരണമാകും. എന്നാൽ ചില ആളുകൾ ഇത് ഡെയിലി എല്ലാം യൂസ് ചെയ്ത് തുടങ്ങിയത് കൊണ്ടും അതുപോലെ അവർക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ എല്ലാം തന്നെ ഇതിലൂടെ ആയതുകൊണ്ടും ചിലപ്പോൾ കുറേ പേർക്ക് ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു എന്നും വരില്ല. അതായത് അവർ ഇത്തരത്തിൽ അഡീഷണൽ ഫീസ് എല്ലാം കൊടുത്ത് ഇത് പിന്നീട് യൂസ് ചെയ്യേണ്ട അവസ്ഥയിലേക്കെല്ലാം വരാം. അതിനാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് സർവീസ് ഇത് ഏതാണ് എന്ന് കൂടി താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്